റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC അതുപോലെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ആപ്പിൾ ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ്? 1981 ജൂൺ 19. ആപ്പിൾ ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ്? 1981 ജൂൺ 19. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ആൽഫ്രഡ് വേഗ്നർ. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ പഞ്ചായത്താണ് കമ്രു, ഹിമാചൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ പഞ്ചായത്ത് കമ്രു, ഹിമാചൽ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നുപോകുന്ന ഒരേയൊരു രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നുപോകുന്ന ഒരേയൊരു രാജ്യം ബ്രസീൽ. മഴമേഘങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? നിംബോസ്ട്രാറ്റസ്. മഴമേഘങ്ങൾ അറിയപ്പെടുന്നത് നിംബോസ്ട്രാറ്റസ്. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. മഴവിൽ മൂലകം എന്നറിയപ്പെടുന്നത് ഇറിഡിയം. ഇറിഡിയമാണ് മഴവിൽ മൂലകം എന്നറിയപ്പെടുന്നത്. വിമാനസഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. വിമാനസഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ദേശീയ നിയമദിനം എന്നാണ്? നവംബർ 26. ദേശീയ നിയമദിനം എന്നാണ്? നവംബർ 26. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാര്? KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? KM മുൻഷി. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8. ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പരാമർശമുള്ളത് എത്രാം പട്ടികയിലാണ്? 9-ാം പട്ടിക. ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പരാമർശമുള്ളത് എത്രാം പട്ടികയിലാണ്? 9. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 54. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 54. ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. സർവീസിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. സർവീസിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. ലോകസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. ലോകസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രി ആര്? IK ഗുജറാൾ. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രിയാണ് IK ഗുജറാൾ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത രാജ്യം ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഓസ്ട്രേലിയ. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി V രാമസ്വാമി. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് V രാമസ്വാമി. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്താണ് വെള്ളനാട്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ ഇലക്ട്രോണിക് യുദ്ധമുറ സംയുക്ത. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ ഇലക്ട്രോണിക് യുദ്ധമുറയാണ് സംയുക്ത. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ യാത്രാവിമാനം സരസ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ യാത്രാവിമാനമാണ് സരസ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 20 ദിന പരിപാടികൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5-ാം പദ്ധതി. 20 ദിന പരിപാടികൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5-ാം പദ്ധതി. കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ന്യൂസിലാൻഡ്. കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. KSRTC നിലവിൽ വന്നത് എന്താണ്? 1965 ഏപ്രിൽ 1.
KSRTC നിലവിൽ വന്നത് 1965 ഏപ്രിൽ 1. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? ഒറീസ. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? ഒറീസ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. ചിന്ത, ഓർമ്മ എന്നിവയുടെ തലച്ചോറിലെ കേന്ദ്രം സെറിബ്രം. ചിന്ത, ഓർമ്മ എന്നിവയുടെ തലച്ചോറിലെ കേന്ദ്രമാണ് സെറിബ്രം. RBCയുടെ ശാസ്ത്രനാമം എറിത്രോസൈറ്റ്. RBCയുടെ ശാസ്ത്രനാമമാണ് എറിത്രോസൈറ്റ്. ആമാശയത്തിലടങ്ങിയ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലടങ്ങിയ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മൈക്കോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. വാക്സിനേഷൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. വാക്സിനേഷൻ്റെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. എക്സിമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ത്വക്ക്. എക്സിമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവമാണ് ത്വക്ക്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പൂനെ. ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന ശരീരത്തിലെ അവയവം കരൾ. ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കുന്ന ശരീരത്തിലെ അവയവമാണ് കരൾ. ശരീരത്തിലെ മൊത്തം പേശികളുടെ എണ്ണം 639. ശരീരത്തിലെ മൊത്തം പേശികളുടെ എണ്ണം 639. ആന്ത്രാക്സ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏത്? ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ക്ഷയരോഗം. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. മുയൽ വളർത്തലിനെ കുറിച്ചുള്ള പഠനമാണ് കൂണിക്കൾച്ചർ. മുയൽ വളർത്തലിനെ കുറിച്ചുള്ള പഠനം കൂണിക്കൾച്ചർ. പന്നിപ്പനി ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പന്നിപ്പനി ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. വിശപ്പിൻ്റെ രോഗം എന്ന് വിളിക്കുന്ന രോഗം മറാസ്മസ്. വിശപ്പിൻ്റെ രോഗം എന്ന് വിളിക്കുന്ന രോഗമാണ് മറാസ്മസ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ലോക പോസ്റ്റൽ സംഘടനയുടെ ആസ്ഥാനം ബേൺ. ലോക പോസ്റ്റൽ സംഘടനയുടെ ആസ്ഥാനം ബേൺ. സുവർണതീരം എന്നറിയപ്പെടുന്ന രാജ്യം ഗാന. സുവർണതീരം എന്നറിയപ്പെടുന്ന രാജ്യം ഗാന. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജി. സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. ഇന്ത്യ ചൈന യുദ്ധമുണ്ടായ വർഷം 1962. ഇന്ത്യ ചൈന യുദ്ധമുണ്ടായ വർഷമാണ് 1962. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച വർഷം 1954. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച വർഷമാണ് 1954. ഉറുമി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി. പുലിജന്മം എന്ന സിനിമയുടെ സംവിധായകൻ പ്രിയനന്ദൻ. പുലിജന്മം എന്ന സിനിമയുടെ സംവിധായകൻ പ്രിയനന്ദൻ. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം ഏത്? മാൾപീജിയൻ നാളികകൾ. ഷഡ്പദങ്ങളുടെ വിസർജനാവയവമാണ് മാൾപീജിയൻ നാളികകൾ. എപ്പികൾച്ചർ എന്നറിയപ്പെടുന്നത് തേനീച്ച വളർത്തൽ. എപ്പികൾച്ചർ എന്നറിയപ്പെടുന്നത് തേനീച്ച വളർത്തൽ. സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത്. അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യം നെല്ല്. അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് നെല്ല്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? ജലം. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുംബൈ. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ജോ ആദംസ്. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റാണ് ജോ ആദംസ്. വിലക്കപ്പെട്ട നഗരം എന്ന് വിളിക്കുന്ന പ്രദേശം ലാസ.
വിലക്കപ്പെട്ട നഗരം എന്ന് വിളിക്കുന്ന പ്രദേശമാണ് ലാസ. യൂറോപ്പിൻ്റെ പടക്കളം എന്ന് വിളിക്കുന്ന രാജ്യം ബെൽജിയം. ബെൽജിയമാണ് യൂറോപ്പിൻ്റെ പടക്കളം എന്ന് വിളിക്കുന്ന രാജ്യം. അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. റോം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ടൈബർ. റോം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ടൈബർ. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച കൂട്ടുലോഹം വെങ്കലം. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച കൂട്ടുലോഹമാണ് വെങ്കലം. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഫുട്ബോളിൽ 1000-ലധികം ഗോളുകൾ നേടിയ ആദ്യ കളിക്കാരൻ പെലെ. ഫുട്ബോളിൽ 1000-ലധികം ഗോളുകൾ നേടിയ ആദ്യ കളിക്കാരനാണ് പെലെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യ ക്യാപ്റ്റൻ CK നായിഡു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യ ക്യാപ്റ്റനാണ് CK നായിഡു. രാജാക്കന്മാരുടെ കളി എന്നറിയപ്പെടുന്നത് ഏത് മത്സരമാണ്? ചെസ്. രാജാക്കന്മാരുടെ കളി എന്നറിയപ്പെടുന്നത് ഏത് മത്സരമാണ്? ചെസ്. കൃഷ്ണദേവരായർ അന്തരിച്ച വർഷം 1529. 1529 കൃഷ്ണദേവരായർ അന്തരിച്ചത്. കേരള വികസന മാതൃകയുടെ ഉപജ്ഞാതാവ് KN രാജ്. കേരള വികസന മാതൃകയുടെ ഉപജ്ഞാതാവാണ് KN രാജ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി. ഹിമാലയം ആരുടെ രചനയാണ്? കോവിലൻ. ഹിമാലയം ആരുടെ രചനയാണ്? കോവിലൻ. ചിന്നക്കനാൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി. ചിന്നക്കനാൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി. KR നാരായണൻ്റെ പൈതൃക ഗ്രാമം ഏത് ജില്ലയിലാണ്? ഇടുക്കി. KR നാരായണൻ്റെ പൈതൃക ഗ്രാമം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരള കരകൗശല ഗ്രാമം എവിടെയാണ്? ഇരിങ്ങൽ. കേരള കരകൗശല ഗ്രാമം എവിടെയാണ്? ഇരിങ്ങൽ. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ലയാണ് പത്തനംതിട്ട. ചുവന്ന അടയാളങ്ങൾ ആരുടെ രചനയാണ്? KM ഷാജഹാൻ. ചുവന്ന അടയാളങ്ങൾ ആരുടെ രചനയാണ്? KM ഷാജഹാൻ. ചമ്രവട്ടം പദ്ധതി ഏത് ജില്ലയിലാണ്? മലപ്പുറം. ചമ്രവട്ടം പദ്ധതി ഏത് ജില്ലയിലാണ്? മലപ്പുറം. ചിരിക്ക് പിന്നിൽ ആരുടെ ആത്മകഥയാണ്? ഇന്നസെൻ്റ്. ചിരിക്ക് പിന്നിൽ ആരുടെ ആത്മകഥയാണ്? ഇന്നസെൻ്റ്. സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആര്? HJ കനിയ. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് HJ കനിയ. ആദ്യ കേരള അസംബ്ലിയിലെ ആകെ അംഗങ്ങൾ എത്ര? 127. ആദ്യ കേരള അസംബ്ലിയിലെ ആകെ അംഗങ്ങൾ 127. ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് GV മാവിലങ്കാർ. ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് GV മാവിലങ്കാർ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ലീല സേത്ത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ലീല സേത്ത്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത രാജ്യം ജർമ്മനി. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത രാജ്യമാണ് ജർമ്മനി. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പ്രധാനമന്ത്രി. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ രാജ്യസഭാംഗം ആരാണ്? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ രാജ്യസഭാംഗം ഇന്ദിരാഗാന്ധി. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. ലോക്സഭാ സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടൻ. ലോക്സഭാ സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ജോൺ മത്തായി. കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.